പിന്നെ ബ്രോ ചെറിയൊരു പ്രശ്നമുണ്ട്. അവർ അച്ഛൻ ഡിവൈഎഫ്ഐയിലൊക്കെ ഉള്ളതാ. ഇന്നലെ രാത്രി അവനോട് പറയുന്നത്. എടാ മോനെ ഏത് ഏരിയ? നെടുമ്പ്രം ഏരിയ സെക്രട്ടറി ആരടാ? നമ്മുടെ അഖിലല്ലേ? അഖിലോ? എടാ എൻ്റെ അവിടെ 4ാം ക്ലാസ് തൊട്ട് പഠിച്ചത് എൻ്റെ ചങ്ക് കൂട്ടുകാരനാണ് ഏരിയ സെക്രട്ടറി. അതിലും വലുതൊന്നുമില്ല ഓർമ്മച്ചൻ. ഇവൻ എടാ യൂത്ത് കോൺഗ്രസ് DYFI മറ്റേ ആനയുടെ ചിഹ്നമുള്ള പാർട്ടി അതുവരെ മണ്ടവെട്ടി മനീഷിന്റെ കൈവെള്ളയിലാണ്. ഇപ്പൊ നിനക്ക് സമാധാനമായാലും. അണ്ണാ എൻ്റെ പേര് മനീഷ്, മണ്ടവെട്ടി മനീഷ് എന്ന് പറയും. ഗുണ്ടയാ, കാപ്പാലിസ്റ്റിലൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടുണ്ട്. ഇവൻ നമ്മുടെ ഒരു പയ്യനാണ്. അപ്പം ഇവനും അണ്ണൻ്റെ മോളുമായിട്ട് സ്നേഹത്തിലാണ്. അപ്പോൾ കല്യാണം മാന്യമായിട്ട് നടത്തി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, അതെല്ലാം മുടയാണെങ്കിൽ കൊച്ചിനെ അല്ല അത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ അണ്ണാ എനിക്ക് കണവണ സംസാരിക്കാൻ സമയമൊന്നുമില്ല. ഏരിയ സെക്രട്ടറി അഖിലിനെ വിളിച്ച് ചോദിച്ചു മനീഷ് ആരാന്നുള്ളത്. ഞാനും അതേപോലെ ചങ്കളാണ്. നിങ്ങളൊരു പൊതുപ്രവർത്തനമായതുകൊണ്ടാണ് ഇത്രയും മാന്യമായിട്ട് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ അവനെ അടിച്ചോളയും തൊലിച്ചോളയും അങ്ങനെ എന്തൊക്കെ ഡയലോഗ് അടിച്ച് നമ്മൾ കേട്ട് അത് നടക്കത്തൊന്നുമില്ല. അയ്യോ അയലത്ത് കയറി കേൾക്കാം, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അണ്ണൻ ആ പറഞ്ഞത് മാന്യത. മാന്യന്മാരെ മനീഷ് ഇഷ്ടമാണ്. വാടാ, സ്ത്രീധനം കുറച്ച് കിട്ടുമല്ലോടാ. രണ്ട് പടി അതിലെണ്ണാച്ചിയുടെ മോളൊക്കെ അടിച്ചോണ്ട് വരുമ്പോൾ ആലോചിക്കണമായിരുന്നു. അപ്പൊ എങ്ങനെയാ മനീഷ ബാക്കി കാര്യങ്ങള്? അണ്ണാ ഞങ്ങൾ ചെറുക്കന്റെ ഭാഗത്തുനിന്ന് ഒരു 200-250 ആൾക്കാർ കാണും. അപ്പൊ നമുക്ക് അൽനൂറിന്റെ ഒരു 4 ബസ് അങ്ങ് ബുക്ക് ചെയ്യാം, 50 സീറ്റിന്റെ. കൂമ്പിന് ഇടി കിട്ടിടത്തുനിന്ന് ഇത്രയും വരെ എത്തിച്ചപ്പോ കൊമ്പം കിട്ടുന്നു. ആ കൊച്ചന്റെ ഒരു ആഗ്രഹമല്ലേ? എന്റെ പൊന്നെണ്ണ അനാമത്ത് ചെലവടത്തി കാശുകളല്ലേ ഒരു കല്യാണമാണ് വരുന്നത്. നിങ്ങളുടെ മനസ്സിന് പാർട്ടി ഓഫീസിൽ വെച്ചിട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ എവിടെയെങ്കിലും ഒരു ചടങ്ങ്. ഇപ്പം കൊടുക്കൽ വാങ്ങലിന്റെ കാര്യമൊക്കെ നിങ്ങൾ ഇവന്റെ അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിച്ചാൽ മതി. മോനെ മനുഷ്യൻ തന്നെ സെറ്റിൽ ചെയ്യണേ. എന്നെയും കൂടെ ഡയലോഗ് ഇല്ലാത്തതിന് ഓരോന്ന് കൈ നിട്ടടിക്കുന്ന നീയൊന്നും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ അണ്ണാ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എത്ര ആൾക്കാരാണ് കല്യാണത്തിന്? ഞങ്ങൾ ഒരു 100 പേര് വണ്ടിയിലായിട്ടങ്ങ് വരാം. എക്സ്ട്രാ 2 ബൊലേറോ ഒക്കെ ഈ ഇടിച്ച വണ്ടി കൊണ്ടൊക്കെയാണ് ഒരു ശുഭകാര്യത്തിന് വരുന്നത്. കാര്യം ഗുണ്ടയൊക്കെ ആണെങ്കിലും എനിക്ക് ഈ കാര്യത്തിലൊക്കെ കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ടേ. ആൻസർ വെച്ചിട്ടുണ്ടോ? സോറി, ഒരു നല്ല കാര്യത്തിന് മുമ്പ് പറയിപ്പിക്കാനോ. സോറി കേട്ടോ, നല്ല വെപ്പുകാരനാണെന്ന് തോന്നുള്ളൂ. ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? കൈവക്കട പട്ടികളെ. മനീഷിനെ തോക്ക് കാണിച്ച് പേടിപ്പിക്കുന്നു. അല്ലയോ പൊതുപ്രവർത്തക? ഡിവൈഎസ്പിയുടെ വീട്ടിൽ കയറി വന്നതാണ് നിന്റെയൊക്കെ അഭ്യാസം. DYSP പറഞ്ഞേ? അവളങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവനെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത പെണ്ണായിരിക്കുമെന്ന്. ആയതുകൊണ്ടോ ഒക്കെ വേറെ വല്ലവരും ആണെങ്കിൽ നമ്മളെ എവിടുന്ന് വിടുവോ? നീ അനങ്ങരുത്, അനങ്ങിയാ ഞാൻ പൊട്ടിക്കും. ഞാൻ അങ്ങനത്തെ ആളൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയും നല്ല അനുസരണയല്ല വളർത്തേക്കുന്നത്. ചലിക്കത്തില്ലല്ലോ ഞാനിവിടെ. നീ കിടന്ന് വിറച്ച് എന്നെ കൂടെ അനക്കരുത്. കൈ നട്ട് കളിക്കുവോ? ഹലോ, ആ കുത്തുകസിലെ പ്രതിയില്ലേ മണ്ടവെട്ടി മനീഷ്, ആ മണ്ടനെ അന്വേഷിച്ച് നീ എങ്ങ് പോണ്ട. രണ്ടുപേരും കൂടെ എന്നെ എവിടാ കൊണ്ടിരിക്കുന്നത്? പറയടാ, ഇങ്ങോട്ടാ കൊടൈക്കനാലോ? നിങ്ങൾ പോയിട്ട് വാ. അവളിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവളെ ഒറ്റയ്ക്കായിട്ട് ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിട്ട് വാ. കുഴപ്പമില്ലാനോ, നീ പൊക്കോ. കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെ കുഴപ്പമില്ല പൊക്കോ. എനിക്ക് തോന്നുന്നു ആക്ച്വലി കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെയാണെന്ന് തോന്നുന്നു.